ഈ ഉമ്മച്ചിക്കുട്ടികളുടെ ഒരു കാര്യം, ഉമ്മച്ചിക്കുട്ടി എന്നുള്ള വാക്ക് വിനീത് ശ്രീനിവാസൻ്റെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ ഡയലോഗാണ്. പക്ഷേ ഈ ഉമ്മച്ചിക്കുട്ടികളോട് എനിക്ക് ഭയങ്കരമായ ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നുന്നു. കാരണം കേരളത്തിലെ ഓണം ഇത്തവണ ഉമ്മച്ചിക്കുട്ടികൾ തൂക്കിയിരിക്കുന്നു. കേരളത്തിൽ എവിടെ നോക്കിയാലും ചെറുപ്പക്കാരായ വിദ്യാർത്ഥിനികൾ, യുവതികൾ, ജെൻസി എന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഓണം അങ്ങോട്ട് തകർത്ത് ആഘോഷിക്കുകയാണ്. ഒരു വെല്ലുവിളി പോലെ ആഘോഷം എന്ന് പറഞ്ഞാൽ കിടിലൻ നൃത്തം, വേണ്ടി വന്ന ഹിജാബിട്ട് നൃത്തം. അങ്ങനത്തെ ആഘോഷം കേരളത്തിൽ നേരത്തെ ഒറ്റപ്പെട്ട് പലയിടത്തൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ഇത്തവണ കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഉമ്മച്ചിക്കുട്ടികൾ ആഘോഷിക്കുകയാണ്. അതൊരു വെല്ലുവിളിയാണ്. കാരണം എൻ്റെ പക്കലിരിക്കുന്നു ഇന്നലെ കേരള കൗമുദിയിൽ ഇന്നലെ വന്ന വാർത്തയാണ്. കേരള കൗമുദിയുടെ ഒരു കാർഡാണ്. ഓഗസ്റ്റ് 26 ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആഷിഖ് ദാമിരി പറഞ്ഞിരിക്കുന്നു. ദാമിരി അല്ല, ദാരിമി. ആഷിഖ് ദാരിമി പറയുന്നത് എന്താണെന്നറിയോ? ഓണം ആഘോഷിക്കരുത്, ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇതെന്താണ് ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം. ഇനി മാത്രമല്ല, ഞാൻ വേറൊരു പോസ്റ്റ് വായിക്കാം. ഹൈദ്രുസ് പട്ടാമ്പി എഴുതിയിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഓണം കേരളത്തിൻ്റെ ഉത്സവമല്ല, ഹൈന്ദവ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ അവരുടെ മതപരമായ ആഘോഷമാണ് എന്ന് ഞാൻ പറയാൻ കാരണം സുഡാപ്പിയാണ്, SDP-യുടെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പറയും ഓണം കേരളത്തിൻ്റെ ആഘോഷമല്ല, പിന്നെ ഇവിടുത്തെ ആഘോഷമായിരുന്നു. ഇവിടെ ഈ തട്ടവിട്ടൊക്കെ ചാക്കി കയറിയൊക്കെ ആളുകൾ നടക്കുന്നതിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു. മുസ്ലിം കുട്ടികൾ തലയിലൊരു തട്ടം ഇട്ട് സാധാരണക്കാരെ പോലെ സാധാരണ മനുഷ്യന്മാർ ധരിക്കുന്ന അതേ വേഷം ധരിച്ച് ഒരു 10-20 വർഷം മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്നു. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഈ ഹലാൽ എന്ന് പറയുന്ന ഭക്ഷണമില്ലേ, ഹലാൽ ബോർഡ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഹലാൽ ബോർഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും എല്ലായിടത്തും പോയി വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും. ഇപ്പം അങ്ങനെയല്ല, ഹലാലാണോ എന്ന് നോക്കിയിട്ടേ കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ കഴിക്കുന്ന സാധനം വയറ്റിൽ കിടന്ന് പോത്താണെങ്കിൽ പോത്തായിട്ട് ഒന്ന് മുക്കറയിടുമായിരിക്കും. ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നത് ആരാണ്? ഹലാലേ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികൾ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാവൂ എന്നാണ് പച്ച മലയാളം. അപ്പോൾ ഉടനെ ചോദിക്കും, വെജിറ്റേറിയൻ ഹോട്ടൽസ് നിങ്ങൾ ഹിന്ദുക്കൾ നടത്തുന്നില്ലേ? ആരാടേ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഹിന്ദുവിൻ്റെ ആണെന്ന് പറയുന്നത്? വെജിറ്റേറിയൻ ഒരു ജീവിത രീതിയാണ്, ലോകം മുഴുവനുള്ള ജീവിത രീതിയാണ്. അതൊരു സെക്കുലറാണ്. ഇപ്പോൾ പല വെജിറ്റേറിയൻ ഹോട്ടലുകളും ആര്യാസ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ആരാണ്? ഗണപതിയുടെയും ഹനുമാൻ്റെയും പാർവതിയുടെയും ഒക്കെ പടം വെച്ചിട്ട് ഹോട്ടൽ നടത്തുന്ന ആരാണ്? UPI വെച്ചിട്ട് പണം അടയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഖാദറെന്നും ജാഫറെന്നും ഒക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് ആ കഥ പറയണ്ട. അപ്പോൾ കേരളത്തിൽ എല്ലാ തരത്തിലും ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ എല്ലാം മതം കൊണ്ടുവന്ന ആളുകൾ പറയുകയാണ് കേരളത്തിൽ ഓണം ഇല്ലായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് ഓണം ആഘോഷിച്ചിരുന്നു. ആ ഓണത്തെ നിങ്ങൾ വിഭജനത്തിൻ്റെ ഓണമാക്കി മാറ്റിയത് നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. ക്രിസ്ത്യാനിയുടെ കേക്ക് മുറിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കരുത്, ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കരുത്, കേക്ക് നമ്മുടെയല്ല, ക്രിസ്മസ് ആഘോഷിക്കരുത്, ഇതൊക്കെ വന്നിട്ട് എല്ലാ വർഷവും കുറേ കാലമായി ഓണം വരുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ കുന്തളിച്ച് വരികയാണ്. ഓണാഘോഷിക്കരുത്, ഇസ്ലാമികമല്ല. ഈ ഹൈദ്രുസ് പട്ടാമ്പിയുടെ ബാക്കി കാര്യങ്ങൾ കേൾക്കും. ഒന്നാമത്തെ കാരണം, മഹാബലി മുസ്ലിങ്ങൾക്ക് ആരാണ്? മുസ്ലിങ്ങളുമായി, മുസ്ലിം പ്രമാണങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നിസ്സംശയം പറയാമില്ല. മഹാബലി എന്നൊരു അസുരൻ കേരളത്തിൽ ഭരിച്ചിരുന്നു. അദ്ദേഹം പ്രജകളെ കാണാൻ വരുന്നതാണ്. എന്തൊക്കെ വിശ്വസിക്കുന്നത് പോലും ഏകദൈവത്തിനെതിരാണ്, അത് തൗഹീദിന് എതിരാണ്. ഇനി പറയാനുള്ള വാമനൻ. ആരാണ് വാമനൻ? വിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽപ്പെട്ടതാണ്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ദശാവതാരത്തിൽപ്പെട്ട വാമനനുമായി ബന്ധപ്പെട്ട കഥയുള്ളതുകൊണ്ട് അതും തൗഹീദിനെതിരാണ്. അതുകൊണ്ട് ഓണം ആഘോഷിക്കാനേ പാടില്ല. ഓണം കേരളത്തിൻ്റെ ഉത്സവമാണെന്ന പൊതുബോധം സൃഷ്ടിക്കാനേ പാടില്ല. ഇതെല്ലാം ഹിന്ദുക്കളുടെയാണ്. ഇടത് വലത് മുന്നണികൾ കേരള മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ഒരു അധിക ബാധ്യതയുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ മതേതരത്വം പൊതുസമൂഹത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കണമെന്നത് ഒരു ബാധ്യത. ഹിന്ദുവിൻ്റെ മതേതരത്വം ആണോ അതോ മുസ്ലിമിൻ്റെ മതേതരത്വമാണോ കേരളത്തിൽ കാണുന്നത്? ഹിന്ദു കാണിക്കുന്ന പോലെ പെരുന്നാളും ക്രിസ്മസും ഒന്നും മുസ്ലിം ആഘോഷിക്കുന്നില്ല. ഹിന്ദുവിൻ്റെ പല വീടുകളിൽ ചെന്നാൽ, പല സ്ഥാപനങ്ങളിൽ ചെന്നാൽ, പല വാഹനങ്ങളിൽ ചെന്നാൽ കബയിലെ ചിത്രവും യേശുവിൻ്റെ ചിത്രവും അയ്യപ്പൻ്റെ ചിത്രവും ഒരുമിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ആരെങ്കിലും
വീട്ടിൽ എവിടെയെങ്കിലും കാണുമോ? സ്ഥാപനത്തിൽ കാണുമോ? വാഹനത്തിൽ കാണുമോ? ഇല്ല. മതേതരത്വം ഒന്നൊന്നും നിങ്ങൾ ഒരിക്കലും ഒരിടത്തും നിലനിർത്തുന്നില്ല. ഓണം ആഘോഷിക്കുന്നത്, മലയാളികൾ ആഘോഷിക്കുന്നത് മതത്തിൻ്റെ പേരിലല്ല സാർ. കേരളത്തിലെ ഒരു ദേശീയ ഉത്സവം ചിങ്ങം 1 ആരംഭിക്കുന്ന പുതുവർഷത്തിൻ്റെ ഭാഗമായി, കേരള തനിമയുടെ ഭാഗമായുള്ള ഒരു ആഘോഷമാണ്. അത് ഹിന്ദുക്കളുടെ ആഘോഷമാക്കി വില കുറച്ച് അതിനെ ഒരു കള്ളിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മതവിശ്വാസികൾ. എന്നിട്ട് ഇയാളൊരു ശുദ്ധ തെമ്മാടിത്തരം പറയുന്നുണ്ട്. മണ്ഡലമാനസത്തിൽ മാലയിടുന്ന സ്വാമിമാർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ലെന്ന് ആരാടോ തന്നോട് ഇത് പറഞ്ഞത്? ഹൈദ്രോസെ, ആരാ ഇത് പറഞ്ഞത്? ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യാറുണ്ടെന്നോ? മാലയിട്ടാൽ വൃത്തി നോക്കും, മത്സ്യമാംസാദികൾ തൊടാതെ നോക്കും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കില്ല എന്നില്ല, മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കില്ല എന്നില്ല. പുറത്തു പോകുന്ന അയ്യപ്പന്മാർ ഭക്ഷണം കഴിക്കാൻ വൃത്തിയുള്ള വെടിപ്പുള്ള വെജിറ്റേറിയൻ ആണെന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ കടയിലും കയറും, മുസ്ലിമിൻ്റെ കടയിലും കയറും, ഹിന്ദുവിൻ്റെ കടയിലും കയറും. ഹിന്ദുവിൻ്റെ കട നോൺ വെജ് ആണെങ്കിൽ അവിടെ കയറത്തുമില്ല. ഇതല്ലേ സത്യം? അതിനെയാണ് ഈ പറയുന്ന ചങ്ങാതി വളച്ചൊടിച്ചിങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓണം വരുമ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ വിഭജനത്തിൻ്റെ, വർഗീയതയുടെ വിഷക്കാറ്റ് വമിപ്പിക്കുന്ന മുല്ലാക്കന്മാർക്ക്, മതനേതാക്കന്മാർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഉള്ള വെല്ലുവിളി പോലെയാണ് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ അവർ അടിച്ചു പൊളിക്കുന്നത്. അവരുടെ ഓരോ നൃത്ത ചുവടുകളും നിങ്ങളുടെ ചങ്കത്താണ് തറയ്ക്കുന്നത്. അവരുടെ ഓരോ അംഗവിക്ഷേപങ്ങളും നിങ്ങളുടെ കരണത്താണ് പതിക്കുന്നത്. കേരളം മാറുകയാണ്. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിഭജിക്കാനുള്ളതല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭജനത്തിൻ്റെ രാഷ്ട്രീയമല്ല കേരളത്തിലെ യുവത ഏറ്റുപിടിക്കുന്നത് എന്ന് തെളിയിക്കുകയാണ് പെൺകുട്ടികൾ ആടിത്തുമറക്കുന്ന വീഡിയോകൾ. ഇപ്പോൾ വേറൊരാൾ ഒരു ചെടുത്തി പറയുന്നത് കേട്ട്, അത് ഹിജാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതാണ്, അതൊരു മതത്തിൻ്റെ ചിഹ്നമാണ്, ആ മതത്തിൻ്റെ ചിഹ്നം ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് ശരിയല്ല. എങ്ങനെയുണ്ട്? മതത്തിൻ്റെ ചിഹ്നമായതുകൊണ്ട് ആ ചിഹ്നത്തിൽ നിങ്ങൾ നൃത്തം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അടുത്ത തീട്ടൂരം. ഏതായാലും കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ ആർത്തുല്ലസിക്കുന്നത്, നൃത്തം വയ്ക്കുന്നത്, ഓണം ആഘോഷിക്കുന്നത് ഇവിടുത്തെ പരമവിഡ്ഢികളായ കൊടും ഭീകരന്മാരായ വർഗീയ മൊല്ലാക്കന്മാരുടെ തലമണ്ടയ്ക്ക് കിട്ടുന്ന അടിയായി മാറിയിട്ടുണ്ട്. അത് വലിയ സന്തോഷകരമാണ്. കേരളം വല്ലാതെ മാറുന്നു. സന്തോഷകരമായ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാതെ തരമില്ല. വലിയ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഇനിയും പക്ഷേ അവർ വീണ്ടും വരും. എപ്പോഴാണെന്നറിയോ? ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് മുറിക്കരുത്, നക്ഷത്രം ഇടരുത്, ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടേ. പക്ഷേ ഇതിന് ഇവരെന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ വർഷമല്ലേ കണ്ടത്, ഒരു മുസ്ലിം പെൺകുട്ടി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടി സമ്മാനം വാങ്ങാൻ സ്റ്റേജിൽ കയറിയപ്പോൾ അവളെ ആക്ഷേപിച്ചു വിടുന്നു. കേരളത്തിലെ മനുഷ്യാവകാശ സംഘടനകൾ, അവകാശ സംഘടനകൾ, മതേതരവാദികൾ ആരും പ്രതികരിച്ചില്ല. അതേസമയം ഹിന്ദുക്കളുടെ കാര്യമാണെങ്കിൽ വടിവാളും എടുത്ത് ചാടിയനെ. എങ്ങനെയുണ്ട്? സമസ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും മുട്ടുപറയ്ക്കും മുണ്ടു നനയും. അത് പിണറായി വിജയനായാലും ശരി, വി ഡി സതീശനായാലും ശരി, അങ്ങനെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ചെറുപ്പക്കാരുടെ ഉള്ളിൽ മതേതരമായ ആഘോഷങ്ങൾ, നിങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിന് മതത്തിൻ്റെ ചട്ടക്കൂട് കൊണ്ടുവന്ന് സ്ഥാപിച്ച് അതിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കണ്ട എന്ന് യുവത വിളിച്ചു പറയുന്നു. കുട്ടികൾ പാട്ടുപാടിയാൽ, ഓണം ആഘോഷിച്ചാൽ, നൃത്തം ചെയ്താൽ നിങ്ങൾക്കെന്താണ് മുല്ലാക്കന്മാരെ? അല്ല, ഇതൊരു ചോദ്യമല്ലേ? ഓണം ആഘോഷിക്കരുത്. ഇയാൾ ആഘോഷിക്കേണ്ടത്, ഇയാൾ പരിക്കകത്ത് കയറിയിരുന്നു. കുട്ടികൾ ആടട്ടെ, പാടട്ടെ, അവർ പൊതുസമൂഹത്തിൽ ഇടം പിടിച്ച് ആഹ്ലാദിക്കട്ടെ. നിങ്ങൾക്കെന്താണ്? അതിനുള്ള മറുപടി കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭിമാനകരമായ കാഴ്ചയാണ്. കേരളത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം തൂക്കിയെടുത്തിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളാണ്. കേരളം മാറുന്നു. നിങ്ങളുടെ തീട്ടൂരങ്ങളുടെ കാലം കഴിഞ്ഞു കേട്ടോ. കേരളം അതിവേഗത്തിൽ മാറുകയാണ്. ഇതിനൊക്കെ വലിയ പങ്ക് നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ വഹിക്കുന്നുണ്ട്. ആരിഫ് ഹുസൈനെ ഓർമ്മിക്കാതെ പറ്റില്ല. മതത്തിൻ്റെ പേരിലുള്ള കാപട്യങ്ങളെ പൊളിച്ചെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ശബ്ദം, ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ സ്വതന്ത്രമായ ശബ്ദം ഒരുപക്ഷെ ഈ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഈ മുല്ലാക്കന്മാർ പുറത്തിറങ്ങരുത്, കേക്ക് മുറിക്കരുത്, മുടി പുറത്ത് കാണിക്കരുത്, നീ വിറകുള്ളിയെപ്പോലെ ആയിപ്പോവും, സ്വർഗത്തിലെ
എത്തൻ്റെ നീ നരകാഗ്നിയിൽ വീഴും എന്നൊക്കെ പറയുന്നതിനോട് പോടാ പുല്ലേ എന്ന് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ പറയുന്ന മറുപടിയാണ് ഈ മനോഹരമായ നൃത്തച്ചുവടുകൾ, ഗാനങ്ങൾ, ആവിഷ്കാരങ്ങൾ. അവർക്ക് എല്ലാവിധ ആശംസകളും ഓണാശംസകളും നമ്മൾ നേരുന്നു. കേരളം ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ നിങ്ങളുടെ ആഘോഷങ്ങളിലൂടെ. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ചെയ്യണേ.